Eastern Comedy Utsavam presented by V-Star, Bahar, Kera Swad Coconut Oil and North Republic Shirtsil. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അധ്യാപികയായിരുന്ന രേണുക ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ആരംഭിച്ച കൂട്ടായ്മയാണ് ടീം ബട്ടർഫ്ലൈസ്. കുട്ടികളുടെ സാമൂഹിക ഉൾച്ചേരൽ മുൻനിർത്തി അവരുടെ പ്രകടനങ്ങൾക്കായി വിവിധ വേദികൾ കണ്ടെത്തി ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയാണ് ടീം ബട്ടർഫ്ലൈസിന്റെ അണിയറ പ്രവർത്തകർ ചെയ്യുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികളടങ്ങിയ 36 കുടുംബങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ സ്വന്തം ഭവനത്തിൽ വച്ചാണ് ഈ കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ രേണുക ശശികുമാർ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നത്. പരിശീലകനായ ശ്രീ പെപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടവാദ്യം അഭ്യസിച്ച ഈ കുട്ടികളുടെ പ്രകടനങ്ങൾ തീർത്തും ഒരു വിസ്മയാനുഭൂതിയാണ് ആസ്വാദകർക്ക് നൽകുന്നത്. ടീം ബട്ടർഫ്ലൈസിനെ കോമഡി മഹോത്സവ രാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെ എല്ലാവരെയും ഫുള്ളായിട്ട് ചെണ്ടമേളമാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ? ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പെർഫോം ചെയ്യുന്നത് ചെണ്ടമേളാണ്. ബട്ടർഫ്ലൈസ്, ടീം ബട്ടർഫ്ലൈസ് എന്നാണ് പറയുന്നത്. തൃശ്ശൂര്. ഇത് സത്യം പറഞ്ഞ ഒരു സ്ഥാപനം, സംഘടന അങ്ങനെയൊന്നുമല്ല. ഞാന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിരുന്നു റിസോഴ്സ് ടീച്ചറായിട്ട്. ഇപ്പൊ ഈ വർഷം എനിക്ക് തോന്നി ഇങ്ങനെയുള്ള കുട്ടികളുടെ എല്ലാവരുടെയും പാരന്റ്സിന്റെയും, അതായത് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും, ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും സാധാരണ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ, അവരുടെ പാരന്റ്സിന്റെയും. ലക്ഷ്യം വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ സഹതാപമല്ല വേണ്ടത്, പക്ഷെ അവരുടെ കഴിവുകൾ കാണിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരു അംഗീകാരം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അല്ല, അത് തന്നെയാണ് തീർച്ചയായും നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ചിഞ്ചേട്ടാ, പ്രജോട്ടാ? നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് നോക്കണ്ട. ഇവർ ഡിഫറently ഏബിൾഡ് ആണ്. ആ എബിലിറ്റിയാണ് എല്ലാവരും നോക്കേണ്ടത്. അവരുടെ കഴിവിനാണ് നിങ്ങൾ വേദികൾ നൽകേണ്ടത്. തീർച്ചയായും നമുക്ക് ആ കഴിവിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ ടീച്ചർ. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് പെരുപ്പിക്കാനായിട്ട് ആശാനം കൂടി ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ,
ഒരുമിച്ച് നിന്ന കുട്ടികളെ. നമുക്കിപ്പോ ഒരു കലാശഘട്ടിലൂടെ കിടക്കാം. നമ്മള് എല്ലായിടത്തും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണിത്. അവര് ഇത് ചെയ്യാന്ന് പറയുന്നത്, ആ താളത്തിൽ പിടിച്ചത് ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായും വളരെ വലിയൊരു കാര്യമാണ്. അതിന് മുഴുവൻ പ്രോത്സാഹനവും നിങ്ങൾ തന്നെ വേണം. ഇവര് പ്രൊഫഷണൽ മേളക്കാരല്ല, പക്ഷെ മേളത്തിന്റെ താളം അല്ലേ അതേപോലെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതും ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ അത് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അവരെ അത് ചെയ്യിച്ചെടുത്ത ടീച്ചേഴ്സിനും ഗുരുവിനും ഒക്കെ മാത്രമല്ല, അവരോടൊപ്പം കൊട്ടി നിന്ന പ്രചോദനം ഒരു ഉഗ്രം കയറി. അപ്പോ ഇത് ആദ്യം മാഷിനോടും ടീച്ചറിനോടും ചോദിക്കട്ടെ, പഠിപ്പിച്ചെടുക്കാനായിട്ട് എത്ര സമയം എടുത്തു? 6 വർഷം മുതൽ മാഷാണ് പഠിപ്പിച്ചത്. 6 വർഷം മുതൽ 1 വർഷം പഠിച്ച കുട്ടികളുണ്ട്, 6 വർഷത്തോളം പഠിച്ച കുട്ടികളുണ്ട്. ഞങ്ങൾ എന്തെങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിയെന്ന് വെച്ചാല്, ഇപ്പോ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ സാധാരണ ക്ലാസ്സിലാണ് അവരിയ്ക്കാറ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഏത് നേരവും ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്നത് ക്ലാസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ടീച്ചർമാർ അഭിപ്രായപ്പെട്ടു. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ് അതിനൊരു പോസിറ്റീവ് ബിഹേവിയർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനെ ചെണ്ടവാദ്യം പരീക്ഷിച്ചാലോ എന്ന് ആലോചിച്ച് ഒരുപാട് പേരുടെ അടുത്ത് പോയപ്പോഴും അയ്യോ സ്പെഷ്യൽ കുട്ടികളാണ്, അവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു ഇതാണ് വന്നത്. എന്നാലും ഞങ്ങള് പാരന്റ്സും എല്ലാവരും വെറുതെ ഇരുന്നില്ലേ, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പെപ്പിൻ മാഷെ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഉണ്ടായൊരു ഗുണം എന്താന്ന് വെച്ചാൽ, മാഷ് എല്ലാവരെയും പഠിപ്പിക്കാൻ പാരന്റ്സിനെയും എന്നെയും എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കലും കുട്ടികളെ ഡെസ്കിൽ കൊട്ടുന്നില്ല, പകരം ചെണ്ട കിട്ടിയാൽ മാത്രമേ അവർ കൊട്ടുള്ളൂ. അപ്പൊ ആ ചെണ്ടമേളം പഠിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് മാഷ്ക്കാണ്. അതെനിക്ക് തോന്നുന്നു അല്ലേ, അവർക്ക് ഒരു എനർജി ഉണ്ടല്ലോ ഡിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ എനിക്ക് ഉറപ്പുണ്ട്, ഇത്രയും വലിയൊരു വേദി ഞങ്ങൾക്ക് സമ്മാനിച്ചത് കൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കോൺഫിഡൻസ്, നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തിയാൽ മാത്രമാണ് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ അവർക്കൊരു സ്റ്റേജ് കയറാൻ പോലും വളരെ പേടിയായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വേദികൾ കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വേദിയിൽ എത്തിയപ്പോ, ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും. ഇവർക്ക് ചെണ്ടവാദ്യത്തോടൊപ്പം നൃത്തം, സംഗീതം, അതുകൂടാതെ വ്യക്തിഗത പരിശീലനം ഇവയിലെല്ലാം കൊടുക്കുന്നുണ്ട്. സാധാരണ സ്കൂളിൽ പഠിച്ചാലും നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം, ഫ്ലവേഴ്സിന്റെ അനുഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാഷെ ഇവരെ പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ളതിന്റെ ഒരു പ്രയാസം നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട് ഇവർ. എങ്ങനെയാണ് അതിന്റെ ഒരു? കൊറേയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവര് ഡെസ്കിൽ ഒരു താളത്തിൽ കിട്ടില്ലോ, അതൊന്ന് ഓർഡർ ആക്കി വച്ചു എന്നുള്ളത്, കരിമേളം പോലെ ആക്കി, അത്രേ ഞാൻ ചെയ്തോളൂ. ടൈം എടുക്കും. സാറിന്റെ പേരെന്താ? പെപ്പിൻ. നല്ല പെപ്പുണ്ട്, അതാണ് പെപ്പി മ്യൂസിക് എന്ന് പറഞ്ഞത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ? അല്ല, ഞാൻ ഓർക്കണം, പല സിനിമാ താരങ്ങൾക്ക് പോലും താളമില്ലാത്തവരുണ്ട്. പക്ഷെ ഇവരിലേക്ക് ഈ താളം എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ, പല വീടുകളിൽ നിന്ന് വരുന്നവര്, പല രീതിയിൽ ജീവിച്ചവര്, ഇവരെ ഒന്ന് ഒരുമിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്. അത് ടീച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്.
സോഷ്യൽ സർവീസിന്റെ ഡിഗ്രി എടുത്തിട്ടാണ് വന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ്, മെന്റലി ചാലഞ്ച്ഡ് അതിലാണ്. അതെന്താ അതിലേക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? ഇഷ്ടം തോന്നാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, എന്റെ ചെറുപ്പകാലത്ത് അടുത്ത വീട്ടിലൊരു സെർവന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പണിയെടുക്കും, ഏത് നേരവും അലക്കൽ, അങ്ങനെ ഒരുപാട് പണിയെടുക്കും. എല്ലാരും കളിയാക്കി അവരെ ഞണ്ട് എന്നാണ് വിളിക്കുക. അപ്പൊ എനിക്കറിയില്ല എന്താ ഞണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ, അന്ന് പല പേരുകളിലാണല്ലോ നമ്മുടെ ആൾക്കാര്. അപ്പൊ ആ ഞണ്ട് എന്ന് പറഞ്ഞ ചേച്ചി എന്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എന്റെ അമ്മയാണ് പറഞ്ഞ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി. അപ്പൊ എനിക്ക് വെറൈറ്റി ആയി ഒന്ന് ചെയ്യണം തോന്നി. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് എവിടുന്നും കിട്ടാത്ത സ്നേഹം, നമുക്ക് എവിടുന്നും കിട്ടാത്ത അംഗീകാരം അത് ഈ കുട്ടികളിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏറ്റവും വലിയ നിലയിലെത്തണം, ഫുൾ A+ കിട്ടണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ചിന്തിക്കണത് പേര് വിളിച്ചാൽ അവരൊന്ന് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പാരൻസിന്റെ മുഖഭാവം തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയപ്പോൾ വേറെ ഏത് ഫീൽഡിലും ഇതുപോലൊരു സംതൃപ്തി നമുക്ക് കിട്ടില്ല. ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട എല്ലാവരും ആ സ്നേഹം അനുഭവിച്ചു. അതുകൊണ്ട് ഈ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി വേറെ എവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കണത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കണം. ഒരാളും സഹതാപത്തോടെ അവരെ നോക്കരുത്. ഇങ്ങനെയുള്ള കഴിവുകൾ കണ്ടെത്തി, പിന്നെ ഒരു കുട്ടിയും കഴിവില്ലാതെ ജനിക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് ആ കഴിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ തെറ്റാണ്. നമ്മൾ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പരിശീലനം കൊടുത്താൽ 100% ഉറപ്പാണ്. അല്ല, കേരളത്തിൽ എത്രയോ ഡിഗ്രികളുണ്ട്, എത്രയോ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു മെന്റലി ചലഞ്ചിൽ കോഴ്സ് എടുത്ത ടീച്ചറിന്റെ ആ ഡെഡിക്കേഷന്, കാരണം അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ലേ, ഇപ്പോഴാണല്ലോ വരുന്നത്. ടീച്ചറൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ്. അത് ഇപ്പൊ ജനങ്ങൾ കാണുകയാണ്. ഇതിപ്പോ ഇതുപോലുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ജീവിതം തന്നെ ഇത് ഇപ്പൊ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. കാരണം ഇതിന് ശമ്പളം മേടിക്കുക എന്നുള്ളതല്ല, അല്ലെ, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് എല്ലാ പാരന്റ്സും എന്റെ കൂടെ ഉണ്ട്. അതുപോലെ ഇതുപോലെയുള്ള മാഷ്, ഡാൻസ് മാഷ്, മ്യൂസിക്, പിന്നെ എന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. പിന്നെ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ, ഈ കുട്ടികളുടെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഞാനേ നമ്മളിൽ ആർക്കാണ് ബോധമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ എന്നെക്കാളും ബുദ്ധി ഈ കുട്ടിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന എവിടെയെന്ന് വെച്ചാലേ, ഞാന് ഇലത്താളം വെച്ചിട്ട് കൈയടിച്ചില്ലേ, അപ്പൊ എന്റെ അടുത്ത് ഇലത്താളം വെച്ച് കൈയടിക്ക് പാടില്ല പറഞ്ഞ ഇവിടെ വന്ന് പറഞ്ഞു എന്നോട്. അത് സത്യമാണല്ലോ. ശരിക്കും പറഞ്ഞാല് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അത് പറഞ്ഞു തന്നതാണ് ആള്. അത് തീർച്ചയായല്ലേ ഒരു അവനൊരു നിമിഷ കവി കൂടിയാണ്. ഏത് ടോപ്പിക് കൊടുത്താലും അപ്പൊ തന്നെ കവിത. ആണോ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് കവിത പാടാന്ന് പറഞ്ഞു. ആണോ? അതൊന്ന് കേക്കട്ടെ. ഓട്ടംതുള്ളന്റെ രീതിയിലാണ് ഞാൻ പാട്ട് ചിട്ടപ്പെടുത്തിക്കണത്. ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ അയച്ചു കൊടുക്കരുത് കേട്ടാ. ഓക്കെ. കോമഡി ഉത്സവം, കോമഡി ഉത്സവം, നമ്മുടെ സ്വന്തം കോമഡി ഉത്സവം, നമ്മുടെ സ്വന്തം കോമഡി ഉത്സവം. എങ്ങനെ ഹിറ്റാകാതിരിക്കും ബട്ടർഫ്ലൈസാം എന്നൊരു ടീമിനെ പങ്കെടുപ്പിക്കും നമ്മുടെ ഉത്സവമായൊരു ഫ്ലവേഴ്സ് ടിവിയോടൊപ്പം നടക്കും കോമഡി ഉത്സവം. അങ്ങനെ ചേട്ടന് പിന്നെ ചേട്ടന് പ്രചോദേട്ടനും നിറ്റം ഇങ്ങനെ നീളുന്നൊരു പട്ടിക ഇങ്ങനെ മുന്നേറുന്നു. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കലക്കി സൂപ്പറായിട്ട് പാടി. അപ്പോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രജോട്ട എന്തായിരുന്നാലും കൂടെ ഒന്ന് കൊട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ കുട്ടി? എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇലത്താളം വായിച്ച ഇവനാണ് ഇതിനകത്ത് ഹീറോ. ഞാൻ അവനെ കാര്യം സാധാരണ നമുക്ക് ഇലത്താളം എന്ന് പറഞ്ഞാൽ അവനത് പൊക്കാൻ ഭയങ്കര പാടായിരുന്നു. സത്യം. എന്റെ പേടി തുടക്കം മുതൽ ഇനി അവന്റെ കാലയിലെങ്ങാനും ഇത് വീഴുവോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അവൻ വളരെ മനോഹരമായിട്ട് തന്നെ ഇലത്താളം വായിച്ചു. അതിലുപരി തന്നെ അതിശയിച്ചു പോകുന്ന നമ്മൾ സാധാരണപ്പെട്ട ടിനിയാദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് താളമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുട്ടികളെ അവരുടെ ന്യൂനതകൾക്കപ്പുറമായിട്ട് താളം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്തെ വലിയ അതിശയങ്ങൾ രണ്ടുപേരും, അല്ലേ? ശരിക്കും എന്തായാലും ഇവരെ പോലുള്ള കലാകാരന്മാരാണ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഉത്സവം ഒരു അനുഗ്രഹ കലോത്സവമാക്കി മാറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായ ഒരു നല്ല കൈയ്യടി കൊടുക്കുകയാണ്. ഗംഭീരമായി, അടിപൊളി. താങ്ക് യു. ഇനി ഇവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമാണ്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്സ്, കേര സ്വാദ് ഡബിൾ ഫിൽറ്റർഡ് കോക്കനട്ട് ഓയിൽ.